മോളെ സാറാ, എന്റെ മോക്ക് എങ്ങനെയുണ്ട്? അവൾക്ക് എന്താ പറ്റിയേ? എനിക്കറിയില്ല എങ്കിൽ എന്താ ഉണ്ടായിന്ന്. ഋഷേട്ടൻ പറയുമ്പോഴാണ് ഞാൻ ഈ കാര്യം അറിയണത് തന്നെ. ഇവിടെ ആരോഹി എന്ന് പറയുന്ന പേഷ്യന്റിന്റെ ആരാ ഉള്ളത്? ഡോക്ടർ, എന്റെ മോക്ക് എന്താ പറ്റിയേ? അവൾക്കിപ്പോ എങ്ങനെയുണ്ട്? എന്തായാലും ഒന്ന് പറ ഡോക്ടർ. കുട്ടി തലടിച്ച് വീണക്കുന്ന ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ട്. നിങ്ങൾ ഓ നെഗറ്റീവ് ബ്ലഡ് വേഗം അറേഞ്ച് ചെയ്യാൻ നോക്കട്ടോ. അയ്യോ, എന്റെ മോള്. ദൈവമേ ഡോക്ടർ, എങ്ങനെയാലും എന്റെ മോളെ രക്ഷിക്ക് ഡോക്ടർ. ഞാൻ എന്ത് വേണേലും തരാം. നിങ്ങൾ വേഗം ബ്ലഡ് അറേഞ്ച് ചെയ്യാൻ നോക്ക്. നമുക്ക് ഓപ്പറേഷൻ വേഗം സ്റ്റാർട്ട് ചെയ്യാനുള്ളതാ. സാറ് വേണ്ടൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യ്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ സാർ, ഞാനിപ്പോ തന്നെ മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ ഈ മീറ്റിംഗ് വെക്കാനുള്ള കാരണം ഒന്നേ ഉള്ളൂ. നിങ്ങളുടെ പെർഫോമൻസ് ഒന്നും എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല. നിങ്ങൾ മര്യാദയ്ക്ക് ജോലി ചെയ്താൽ നിങ്ങൾക്ക് ഈ കമ്പനിയിൽ തുടർന്ന് പോകാം. പിന്നെ ഞാൻ പപ്പേൻ്റെ പോലെയാണെന്ന് ഇവിടെ ഒരാളും വിചാരിക്കണ്ട. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഗെറ്റ് ഔട്ട് അടിക്കുക തന്നെ ചെയ്യും. എല്ലാവർക്കും മനസ്സിലാവുക എല്ലാവർക്കും പോകാം. പപ്പ വരുന്നുണ്ട്, ഞാൻ പോയിന്ന് പറഞ്ഞത് പപ്പേൻ്റെ. പിന്നെ എന്തെങ്കിലും മീറ്റിങ്ങോ കാണുന്നുണ്ടെങ്കിൽ പപ്പേനോട് പറഞ്ഞു വെച്ചാൽ മതി. ഞാൻ നാളെ നോക്കിക്കോളാം. സാർ, ഞാൻ എന്തായാലും പറഞ്ഞേക്കാം. ഹലോ ശാരദയെടുത്തി, എന്തായി ഞാൻ പറഞ്ഞ കാര്യം? ഈ ശാരദ ഒരു വാക്ക് പറഞ്ഞാലേ അത് ഞാൻ നടത്തിയിട്ടേ ഇരിക്കും. ഞാൻ അന്വേഷിച്ചുടി, ഒരു കൂട്ടരുണ്ട് ഇവിടെ അടുത്ത് തന്നെയാ. ഓ, എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഞാനാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കായിരുന്നു. ഈ പ്രാവശ്യം അവന്റെ കല്യാണം നടന്നില്ലെങ്കിൽ ഇനി ഒരിക്കലും നടക്കില്ല എന്നാ. ഇനിയിപ്പോ ഏട്ടത്തി നാളെ ഒന്ന് അവിടെ മരുന്ന് പോ, എന്നിട്ടൊന്ന് അന്വേഷിക്കുകയും എങ്ങനെയുള്ളതാണെന്നൊക്കെ. പിന്നെ കുട്ടിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതൊന്ന് എനിക്ക് അയച്ചു തായോട്ടാ. ആ മോളെ, പിന്നെ അവിടെ ഒരു കുട്ടി മാത്രല്ല, 2 പിള്ളേരുണ്ട്. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും കൂടി നോക്കാം. അവർക്ക് സമ്മതമാണെങ്കിൽ പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ. ഒരു വീട്ടിൽ നിന്ന് തന്നെയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. മക്കൾക്കും എന്തായാലും ഇഷ്ടപ്പെടും, ഇച്ചായനും അതെ. കാരണം രണ്ടുപേരെ കല്യാണം ഒരുമിച്ച് നടത്താലോ. എന്തായാലും നാളെ ഒന്ന് പോയി അന്വേഷിക്കും. ആ മോളെ, സാധ്യത നാളെ തന്നെ പോയി അന്വേഷിക്കാം. പിന്നെ ഞാനിപ്പോ വെക്കാട്ടോ, ഞാൻ പിന്നെ വിളിക്കാം. അദ്ദേഹം വന്നിട്ടുണ്ട്, ചായ എന്തെങ്കിലും വെച്ചു കൊടുക്കട്ടെ കേട്ടോ. അമ്മ, ഏട്ടൻ എന്തിയെ? ഏട്ടനെ ഞാൻ കണ്ടില്ല, ഓഫീസിലും വന്നില്ലല്ലോ. ഒന്ന് എങ്ങോട്ടാ പോയെന്നറിയോ? അവനെ രാവിലെ പപ്പ എന്തോ കമ്പനിയുടെ എന്തോ കാര്യത്തിന് വേണ്ടിട്ട് പറഞ്ഞു വിട്ടേക്കുവാ. നൈറ്റ് ആവാൻ എത്താനായിട്ട്. ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. രാവിലെ പോയതല്ല ഓഫീസിലേക്ക്. പോയി ഫ്രഷ് ആയിട്ട് വാ, അപ്പോഴേക്കും അമ്മ ഫുഡ് എടുത്ത് വെക്കാം. ആമാ, ഞാൻ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാന്ന്. മോനെ കണ്ണ, അമ്മ ഒരു കാര്യം പറയട്ടെ? എന്താ അമ്മ പറയേ? അത് പിന്നെ മോനെ, നിനക്കും അപ്പനും ഒരു കല്യാണക്കാരൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് അവരെ പോയി കാണാം. പപ്പേന്റെ അടുത്ത് ഞാൻ എല്ലാ കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അമ്മേന്റെ അടുത്ത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മാരേജ് ഒന്നും വേണ്ടെന്ന്. പിന്നെന്താ ഇപ്പോ? ഇത്രയും നാള് നീ പറയുന്നത് ഞങ്ങള് കേട്ടു. നിനക്കും അവരും വയസ്സ് കൂടിയാ വരുന്നേ. അതുകൊണ്ട് വേഗം തന്നെ കല്യാണം കഴിച്ചേ പറ്റൂ. എന്താ അമ്മയും മോനും തമ്മിലൊരു വഴക്ക്? അത് വേറൊന്നല്ല ചേ, നിങ്ങളുടെ മോന് കല്യാണം ഇപ്പൊ വേണ്ടാന്ന്. എന്താ കണ്ണ, എത്ര കാലം നീ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് നടക്കും? ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ നിന്റെ അപ്പുവിന്റെ കല്യാണം ഒന്ന് കാണണമെന്ന്? ആ ശരി, ഞാൻ സമ്മതിച്ചു. ഇനി ഇതിന്റെ പേരൊരു വഴക്കൊന്നും വേണ്ട. ഓ, ലാസ്റ്റ് നീ കല്യാണം കഴിക്കുന്ന സമ്മതിച്ചല്ലോ. നമുക്ക് നാളെ തന്നെ നാട്ടിലോട്ട് പോണ ചേ. പിന്നെ രണ്ടുപേരുടെയും കല്യാണം ഒരുമിച്ച് തന്നെ നടത്തുന്നേ. അവരുടെ 2 പെൺമക്കളാ. നമുക്ക് ഒരുമിച്ച് നടത്താം. അത് എന്തായാലും നമുക്ക് നാളെ തന്നെ പോവാം. ഞാൻ നാളേക്കുള്ള ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്യാം. അല്ല, എന്റെ മൂത്ത പുത്രൻ എന്തിയെ? കണ്ടില്ലല്ലോ അവനെ.